നമസ്കാരം, ഏവർക്കും കുരിൾസ്മാനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടാതെ ഒരു അടിപൊളി ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ജെല്ലി കേക്കാണെന്ന്. ഈ ജെല്ലി കേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇന്ന് എനിക്ക് 311 സബ്സ്ക്രൈബേഴ്സായി. കൂടാതെ ന്യൂ ഇയർ ആകുമ്പോൾ എൻ്റെ ഒരു വർഷം തികയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കേക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ജെല്ലി കേക്ക് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അത് നേരത്തെ തന്നെ ഒരു കാര്യം പറയാണ്, കുറച്ചേറെ നേരം വേണം ഈ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. പിന്നെ കറക്റ്റ് അളവിൽ എടുത്തില്ലെങ്കിൽ സാധാരണ നന്നായിട്ട് പൊട്ടി പാളീസായി പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു കഥയാണ് പറഞ്ഞുതരാം കേട്ടോ. ഇനി കേക്കിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അളന്ന് എടുത്ത് വെക്കുക. സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക, കർഡ് ഇട്ട് കൊടുക്കുക. കർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗട്ട്, തൈര്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ഇതൊന്ന് വെച്ചേക്കണേ. 5 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കുക. അതേ ആ സൈഡിലൊന്ന് നോക്കിയേക്കണേ. ഇനി പൊടി വകകൾ ഇട്ട് കൊടുക്കാം. മൈദ, കൊക്കോ പൗഡർ രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കുക. പഞ്ചസാര നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. മുട്ട ഇതിനകത്ത് ഇടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ എഗ്ഗ്ലെസ് ആണ് ഈ കേക്ക്. എന്നുവെച്ചാൽ ജസ്റ്റ് ഇതിനൊരു കട്ടി വേണം ഈ കേക്കിൻ്റെ എന്താ പറയുക ജെലാറ്റിൻ കേക്കിൻ്റെ അടിഭാഗം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണം. അപ്പോൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ അളവും ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് പാത്രത്തിൻ്റെ ഉണ്ട്, 9.5 ഇഞ്ച് പാത്രത്തിൻ്റെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊരു കുഞ്ഞു കേക്കിൻ്റെയാണ് ഈ ബാറ്റർ. പക്ഷേ ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഏകദേശം ഞാനൊരു ആദ്യം ഉണ്ടാക്കിയ കേക്കിൻ്റെ ആണ് ഇത് കൊടുത്തേക്കുന്നത്. രണ്ടാമത് ഉണ്ടാക്കിയ കേക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 9.5ൻ്റെ ഒരു കേക്ക് ബാറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഇതിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ആദ്യം നിങ്ങൾ അതിൻ്റെ സൈഡിലുള്ളത് നോക്കിയിട്ട് വേണം കേക്കിൻ്റെ എത്ര അളവാണോ വേണ്ടത് അതനുസരിച്ചുള്ള കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ 7.5 ഇഞ്ച് ഏകദേശം ഒരു 5 ഇഞ്ചിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇത് ഇച്ചിരി വലുതാണ് എടുത്തേക്കുന്നത്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേരും കാര്യമൊക്കെ എഴുതേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ഇച്ചിരി വലിയ കേക്കിൻ്റെയാണ് ഞാൻ ഈ പാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അളവ് ഞാൻ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാറ്റർ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഞാനിത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സൈഡിലൊക്കെ ആയിട്ട്. ഒരു കുറച്ച് കേക്ക് മതി. എന്നുവെച്ചാൽ അതിൻ്റെ താഴെ ഒന്ന് ബേസായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. കറുത്ത പാത്രം കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ കേക്കിനൊക്കെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ പാത്രം ഒത്തിരി ചീത്തയാവില്ല. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് വെക്കുക. ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 35 മിനിറ്റ് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക അത് വെന്തിട്ടുണ്ടോയെന്നറിയാൻ. ഇനി ജെലാറ്റിൻ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. 4 പാക്കറ്റ് ജെലാറ്റിൻ ഇട്ട് കൊടുക്കുക. കേക്കിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ജെലാറ്റിൻ ഏറെ ഉണ്ടാക്കി വെക്കണം. ഇത് ജസ്റ്റ് ഒരളവാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ഇനി മറ്റൊരു പാത്രത്തിൽ ഏകദേശം 1 കപ്പ് വെള്ളം 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ഇതിനകത്ത് ഞാൻ ഏകദേശം 2 കപ്പ് വെള്ളം കൂടെ ഇത് എടുക്കാറാകുമ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ജെലാറ്റിൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തണുത്ത വെള്ളത്തിൽ വേണം കേട്ടോ സോക്ക് ചെയ്യാനായിട്ട് ജെലാറ്റിൻ. പറയാൻ മറന്നുപോയി. നമ്മൾ കേക്ക് എടുക്കാൻ നേരത്ത് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ. അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും ഈ ജെലാറ്റിൻ. അപ്പോൾ അത്രയും കട്ടി നമുക്ക് വേണ്ട. മുറിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അവസാനം മാത്രം 2 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പം 4 കപ്പ് ജെലാറ്റിൻ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ജെലാറ്റിൻ വേണ്ട അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുറേ ഏറെ ഉണ്ടാക്കി വെച്ചാൽ അത്ര നല്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തോന്ന് നോക്കാം. ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കി. കൊച്ചു കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് ഏറെ ഒരു നേരത്തെ ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാറ്റാം. പിന്നെ ഈ കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ പാനിൽ വെക്കരുത്, ഇതിങ്ങനെ അമുങ്ങിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നിടം വരെ നോക്കിയിരിക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം നമ്മൾ ഫ്രീസ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഐസിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ ചാനൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇത് നന്നായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണേ. എന്നിട്ട് നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കാം. ഇതേപോലെ വിപ്പിംഗ് ക്രീമിൽ ഞാനിങ്ങനെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവറുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആകൃതിയാണോ വേണ്ടത് അതനുസരിച്ച് ഓരോ ആർട്ട് അതിനകത്ത് ചെയ്യാൻ കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും ഫ്രീസറിലേക്ക് വെക്കുക. നമ്മൾ കൈ കൊണ്ട് ഇളക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇത് ഫ്രീസറിലേക്ക് വെക്കുകയും വേണം. പിന്നെ കുറേയേറെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്ലവർ. അപ്പം ഞാൻ ഇങ്ങനെ പല പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പല പല ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതേപോലുള്ള നമ്മൾ ഇലയില്ലേ, ഇലയുടെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പൈപ്പിംഗ് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് ഫ്രീസറിലേക്ക് വയ്ക്കുക. ഇനി ന്യൂട്ടല്ല കുറച്ചെടുക്കുക. ന്യൂട്ടല്ല അല്ലെങ്കിൽ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതും ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് ഇടാവൂ. എന്നിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ന്യൂട്ടല്ല അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്യുക. ഇതെല്ലാം ഫ്രീസറിലേക്ക് വെക്കണം. എന്തെങ്കിലും ഒരു മെൽറ്റായിട്ട് പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ഫ്രീസറിലേക്ക് വെക്കുക, അല്ലെങ്കിൽ സാധനം ചീത്തയായി പോകും. അപ്പം ഞാൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിലുള്ളതെല്ലാം ഒന്ന് തൂത്ത് കളയണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഇതിൻ്റെ ഈ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഇതുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, മിറർ കേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്ലേസിങ് ഉണ്ടാവില്ല, ആ ജലാറ്റിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് പോകും. അപ്പം ഈ സൈഡിലത്തെയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തൂത്ത് കളയുക. എത്രത്തോളം വൃത്തിയാക്കുക അതനുസരിച്ച് വൃത്തിയാക്കുക. എന്നിട്ടൊന്ന് ഫ്രീസറിൽ ഇത് വെച്ചതിന് ശേഷം മാത്രം ഈ ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കണം. ജലാറ്റിൻ ചൂട് ഇല്ലാതെ വേണം ഒഴിക്കാനായിട്ട്. പതയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കളയുക. എന്നിട്ട് ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ജലാറ്റിൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഷേക്ക് ചെയ്യുന്ന ഒരു മോഡൽ വേണം നമ്മൾ ഈ ഫ്ലവറൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട്. കണ്ട കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതി വേണം. ഫ്രീസറിൽ നിന്ന് എടുക്കണം. ഇനി നമുക്ക് എന്താണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഞാനിപ്പം ഹാപ്പി ന്യൂ ഇയർ ആണ് ഇത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ അതിനകത്തൊന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആദ്യം തന്നെ പറയണം, ആദ്യം എഴുതിയപ്പോൾ അതൊരു ഭംഗി തോന്നിയില്ല. ഞാനൊന്ന് ഇളക്കി കളഞ്ഞിട്ട് ഒന്നും കൂടെ കട്ടിയിൽ ഞാൻ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ 311 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇനി വരുന്നവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വലിയ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം എല്ലാവരും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എഴുതുക. ഷുഗറിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ജലാറ്റിൻ ഉണ്ടാക്കാം. ഇപ്പം ഇതാണ്ട് എല്ലാ ഫ്ലവറും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറേ ഫ്ലവർ ഞാൻ ഉണ്ടാക്കി. ഈ സാധനം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഒഴിക്കാവൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ ജലാറ്റിൻ ഒഴിക്കുമ്പോൾ പൊങ്ങി മുകളിലേക്ക് വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഈ സംഭവം ചെയ്യാവൂ. അല്ലെങ്കിൽ നല്ല പൊട്ടി പാളിസായി പോവും. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കണേ, അതുകൊണ്ടാണ് പറയുന്നത്. മാക്സിമം അടിയിലേക്ക് ഇരിക്കുന്ന രീതിയിൽ തന്നെ വെക്കണം. അപ്പം നമുക്ക് ഈ ഒരുപാട് ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരുപാട് ജലാറ്റിൻ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇതിന് മുകളിലേക്ക്. അപ്പോൾ ഒറ്റയടിക്ക് ജലാറ്റിൻ ഇനി ഒഴിക്കുകയാണെങ്കിൽ സാധനം നല്ല കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഒറ്റയടിക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 രീതിയിലാണ് ഒഴിച്ചത്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഫുള്ള് എനിക്ക് ഇനിയും ജലാറ്റിൻ്റെ വാട്ടർ വേണമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇതിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് അടുത്ത ജലാറ്റിൻ റെഡിയാകുന്നിടം വരെ ഒന്ന് വെച്ച് റെഡിയാക്കിയപ്പോഴത്തേന് ഫ്രണ്ടിൽ ആദ്യം ഒഴിച്ചത് അവസാനം ഒഴിച്ചത് അങ്ങ് സെറ്റായില്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തപ്പം അത് നന്നായിട്ട് അതൊരു 4 മണിക്കൂറെങ്കിലും വെക്കണമായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ന്യൂ ഇയറിന് ഉണ്ടാക്കിയതായതുകൊണ്ട് എല്ലാവരെയും കാണിക്കണമല്ലോ. അപ്പോൾ അങ്ങോട്ട് കറക്റ്റ് ആയില്ല. അപ്പോൾ കുറേ നേരം നിങ്ങൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കണേ. അപ്പം എൻ്റെ ജലാറ്റിൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒരു പാട്ട് പോലെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ല അടിപൊളി കേക്കാണ്. ജലാറ്റിൻ ഇഷ്ടം അല്ലെങ്കിൽ ജെല്ലി കേക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആദ്യം ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ കുറച്ച് മാത്രം ഉണ്ടാക്കി നോക്കാവേ.
ഏറെ ഉണ്ടാക്കരുത്. അപ്പോൾ അത്രയും സാധനം നമുക്ക് നഷ്ടമാവില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒത്തിരി സാധനം നഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ചുണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. അടിയിലത്തെ കേക്കിൻ്റെ ഇതിനൊരു ചെറിയൊരു കട്ടി ഉണ്ടാവും, കാരണം അതെല്ലാം ചോക്ലേറ്റ് ഫോം ആയതുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു ചെറിയൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എനിക്ക് കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you next video and happy new year. Bye bye.